പശ്ചിമേഷ്യൻ സംഘർഷ സാഹചര്യങ്ങൾ അയവില്ലാതെ തുടരുകയും ലോകം യുദ്ധഭീതിയുടെ മുൾമുനയിൽ നിൽക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ പുതിയ ആയുധ മത്സരങ്ങളും ആണവ പരീക്ഷണങ്ങളും ശക്തിപ്പെടുകയാണ്. ആയുധശേഷിയിലും സൈനിക കരുത്തിലും മുന്നിലെത്തി ശത്രുക്കൾക്ക് മുൻപിൽ തങ്ങളുടെ ശക്തി തെളിയിക്കാൻ ലോകരാജ്യങ്ങൾ മത്സരിക്കുന്ന കാഴ്ച. അമേരിക്ക, റഷ്യ, ചൈന എന്നീ മഹാശക്തികൾ ഒരേസമയം മിസൈൽ ആണവശേഷി വൻതോതിൽ വർദ്ധിപ്പിക്കുകയാണ്. ശീതയുദ്ധകാലത്തേക്കാൾ അപകടകരമായ ഒരു പുതിയ ആഗോള സംഘർഷ സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ എത്തുന്നത് എന്നാണ് ഇപ്പോൾ ഉയരുന്ന പ്രധാന ആശങ്ക. അമേരിക്കൻ ഉപരോധങ്ങളും റഷ്യയുടെ ശക്തി സമവാക്യങ്ങളും ലോകം ചർച്ച ചെയ്യുമ്പോൾ മറ്റൊരു വജ്രായുധമായി മാറുകയാണ് ചൈന. ലോകം യുദ്ധമുഖത്ത് ആശങ്കയോടെ നിൽക്കുമ്പോൾ അതീവ രഹസ്യമായി അതിവേഗത്തിൽ ചൈന പടുത്തുയർത്തുന്ന മിസൈൽ ശേഖരം അമേരിക്കയെ പോലും അമ്പരപ്പിക്കുന്നു എന്നതാണ് വാസ്തവം. ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ് അധികാരത്തിലെത്തിയതിനു ശേഷം ചൈനയുടെ മിസൈൽ ഉൽപ്പാദനം ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന നിലയിലെത്തിയെന്നാണ് റിപ്പോർട്ടുകൾ. 2013 ഷീ ജിൻപിങ് അധികാരത്തിലെത്തിയതിനു ശേഷം ചൈനയിലെ പ്രധാന മിസൈൽ ഘടക നിർമ്മാണ കമ്പനികളുടെ എണ്ണം ഇരട്ടിയിലധികമായി വർദ്ധിച്ചു. സാധാരണ പ്രതിരോധ വ്യവസായ വളർച്ചയേക്കാൾ വളരെ വേഗത്തിലാണ് ഇത്. ചൈനയുടെ സൈനിക മുൻഗണനകൾ എത്രത്തോളം മാറി എന്നതിന്റെ സൂചന കഴിഞ്ഞ വർഷം ഈ കമ്പനികൾ നേടിയ റെക്കോർഡ് വരുമാനത്തിൽ നിന്ന് വളരെ വ്യക്തമാണ്. ചൈനയിലെ ഏറ്റവും വലിയ 300 ലിസ്റ്റഡ് കമ്പനികളുടെ വരുമാനത്തിൽ ഇടിവുണ്ടായ സമയത്തും മിസൈൽ നിർമ്മാണവുമായി ബന്ധപ്പെട്ട കമ്പനികൾ അസാധാരണ വളർച്ചയാണ് രേഖപ്പെടുത്തിയത്. ഈ കുതിച്ചുചാട്ടത്തിന് പിന്നിൽ ചൈനയുടെ വൻ ആയുധ ഓർഡറുകളാണെന്നാണ് സൂചന. മിസൈൽ പ്രോഗ്രാമുകൾക്കുള്ള ആവശ്യകത വർദ്ധിച്ചതോടെ ഏകദേശം 40% കമ്പനികൾക്കും 2013 ശേഷം വലിയ വളർച്ചയാണ് നേടാനായത്. ഇതിലൂടെ ചൈനയുടെ പ്രതിരോധ വ്യവസായം വെറും സൈനിക ആവശ്യങ്ങൾക്കപ്പുറം രാജ്യത്തിന്റെ സാമ്പത്തിക വ്യവസ്ഥയുടെ ഒരു പ്രധാന വളർച്ചാ എഞ്ചിനായും മാറുന്നുവെന്നതിന്റെ സൂചനയാണിത്. പ്രത്യേകിച്ച് ഇറാനുമായുള്ള സംഘർഷ സാഹചര്യങ്ങളുടെ പശ്ചാത്തലത്തിൽ അമേരിക്കയുടെ മിസൈൽ ശേഖരം അപകടകരമായി കുറഞ്ഞുവെന്ന റിപ്പോർട്ടുകൾ ഇതിനോടകം പുറത്തുവന്നിട്ടുണ്ട്. സെന്റർ ഫോർ സ്ട്രാറ്റജിക് ആൻഡ് ഇന്റർനാഷണൽ സ്റ്റഡീസ് നടത്തിയ പഠനങ്ങൾ പ്രകാരം അമേരിക്ക അവരുടെ പ്രിസിഷൻ സ്ട്രൈക്ക് മിസൈലുകളുടെ 45%, താഡ് മിസൈലുകളുടെ പകുതിയിലധികവും, പാട്രിയറ്റ് എയർ ഡിഫൻസ് ഇന്റർസെപ്റ്ററുകളുടെ വലിയൊരു പങ്കും സമീപ യുദ്ധങ്ങളിൽ ഉപയോഗിച്ചു കഴിഞ്ഞുവെന്നാണ് സൂചന. ഈ സാഹചര്യത്തിൽ ചൈന അതിവേഗത്തിൽ സ്വന്തം മിസൈൽ ശേഖരം വിപുലീകരിക്കുന്നത് ഭീതിയോടെയാണ് അമേരിക്കയും നോക്കിക്കാണുന്നത്. ചൈനയുടെ യഥാർത്ഥ ആയുധ ശേഖരത്തിന്റെ വലിപ്പം ഇപ്പോഴും ഔദ്യോഗികമായി പുറത്തുവിട്ടിട്ടില്ലെങ്കിലും അമേരിക്കൻ പ്രതിരോധ വകുപ്പിന്റെ കണക്കുകൾ പ്രകാരം 2024 ആകുമ്പോഴേക്കും ചൈനയ്ക്ക് കുറഞ്ഞത് 3150 ബാലിസ്റ്റിക് മിസൈലുകളും 300 ഗ്രൗണ്ട് ലോഞ്ച്ഡ് ക്രൂയിസ് മിസൈലുകളും ഉണ്ടാകാമെന്നാണ് സൂചന. 2015 താരതമ്യം ചെയ്യുമ്പോൾ ഇത് യഥാക്രമം 147%-ന്റെയും 50%-ന്റെയും വർധനവാണ്. ഇതോടെ ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന മിസൈൽ ശേഖരങ്ങളിൽ ഒന്നായി ചൈനയുടെ ആയുധപ്പുര മാറുമെന്നതിൽ സംശയമില്ല. ചൈനയുടെ ഭൂഖണ്ഡാനന്തര ബാലിസ്റ്റിക് മിസൈലുകളാണ് അമേരിക്കയെ കൂടുതൽ ഭയപ്പെടുത്തുന്നത്. അമേരിക്കൻ ഭൂഖണ്ഡത്തെ നേരിട്ട് ആക്രമിക്കാൻ ശേഷിയുള്ള ICBM-കളുടെയും ഇൻഡോ പസഫിക് മേഖലയിലെ അമേരിക്കൻ സൈനിക താവളങ്ങളെയും സഖ്യരാജ്യങ്ങളെയും ലക്ഷ്യമിടാൻ കഴിയുന്ന ഇന്റർമീഡിയറ്റ് റേഞ്ച് ബാലിസ്റ്റിക് മിസൈലുകളും ചൈന ഇതിനകം തന്നെ സ്വന്തമാക്കി കഴിഞ്ഞു. 2025 മാത്രം ചൈന 50 പുതിയ DF-26 മിസൈലുകൾ കൂടി തങ്ങളുടെ ശേഖരത്തിൽ ചേർത്തിട്ടുണ്ട്. ഗ്വാം കില്ലർ എന്നറിയപ്പെടുന്ന ഈ മിസൈലുകൾ അമേരിക്കയുടെ പസഫിക് മേഖലയിലെ പ്രധാന സൈനിക കേന്ദ്രങ്ങളെ ലക്ഷ്യമിടാൻ ശേഷിയുള്ളവയാണെന്നാണ് സൂചന. കൂടാതെ ചൈനയുടെ ദീർഘകാല സൈനിക ലക്ഷ്യങ്ങളും ലോകത്തെ കൂടുതൽ ആശങ്കപ്പെടുത്തുന്നതാണ്. 2035 ആകുമ്പോഴേക്കും 700 ICBM-കളും 70 ഫ്രാക്ഷണൽ ഓർബിറ്റൽ ബോംബാർഡ്മെന്റ് സിസ്റ്റങ്ങളും സ്വന്തമാക്കാനാണ് ചൈനയുടെ പദ്ധതി. പരമ്പരാഗത ICBM-നും ബഹിരാകാശ പേടകത്തിനും ഇടയിലുള്ള ഒരു സംയോജിത ആയുധരൂപമായാകും ഈ ഫ്രാക്ഷണൽ ഓർബിറ്റൽ സിസ്റ്റങ്ങൾ പ്രവർത്തിക്കുക. ഭ്രമണപഥത്തിലൂടെ സഞ്ചരിച്ച് അപ്രതീക്ഷിത ദിശയിൽ നിന്ന് ആക്രമണം നടത്തുവാൻ കഴിയുന്നതിനാൽ നിലവിലുള്ള മിസൈൽ പ്രതിരോധ സംവിധാനങ്ങൾക്ക് ഇവ കണ്ടെത്താനും തടയാനും സാധിക്കില്ല. അമേരിക്കയും റഷ്യയും പതിറ്റാണ്ടുകളായി ആധിപത്യം പുലർത്തുന്ന ആണവ മിസൈൽ ശക്തി സമവാക്യത്തിലേക്ക് ചൈനയും കടന്നുവരുന്നത് ആശങ്കയോടെയാണ് ലോകം വീക്ഷിക്കുന്നത്. തായ്വാൻ വിഷയത്തിൽ അമേരിക്കയുമായുള്ള സംഘർഷ സാധ്യത, ദക്ഷിണ ചൈന കടലിലെ ആധിപത്യ പോരാട്ടം, ഇൻഡോ പസഫിക് മേഖലയിലെ അമേരിക്കൻ സഖ്യങ്ങളുടെ വളർച്ച ഇതെല്ലാം ചൈനയെ വേഗത്തിൽ ആയുധശക്തി വർദ്ധിപ്പിക്കുവാൻ പ്രേരിപ്പിക്കുന്ന ഘടകങ്ങളാണെന്നാണ് വിലയിരുത്തൽ.